ഇനി നമുക്ക് ഫ്ലൈൻ പൊക്കിൻ തട്ടി കഴിക്കാം. എടോ ആംബുലൻസ് ഡ്രൈവറെ, ഇതിന്റെ ഡോർ എന്തടക്കാത്തെ? സോറി കേട്ടോ, അതിന്റെ ഡോർ അറിയില്ല. ഒരു 3-4 വർഷമായിട്ട് അത് കംപ്ലൈന്റ്. 3-5 വർഷം? അയ്യോ, ഇതിന് ഓർമ്മയില്ലേ? നിന്റെ അടുത്തേക്ക് ഞങ്ങൾ ഇതാ വരാൻ പോണേ. ഡോറെല്ലാം അടയാത്തുള്ളൂ. ബ്രേക്ക് ഇന്നലെ ശരിയാക്കി. അപ്പോളാ നിങ്ങൾ പേടിക്കേണ്ടിരിക്കേ. ഇപ്പൊ എത്തിക്കാം. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വരുത്തും. നമ്മളപ്പോ ചാവാൻ പോവാണോടാ. നിന്റെ ഒടുക്കത്തെ പാട്ടന ഒന്ന് നിർത്തടാ. അയ്യോ നിങ്ങൾ ആരും പേടിക്കണ്ട. കറക്റ്റ് സമയത്ത് തന്നെ ഈ പീതാംബരൻ നിങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിക്കും. ഈ പീതാംബരന് 70 വയസ്സായെന്ന് നിങ്ങൾ നോക്കണ്ട. 70 വയസ്സെന്ന് പറഞ്ഞാൽ വെറും നമ്പറാ ഈ പീതാംബരന്. ഈ കാലിന് 70 വയസ്സുണ്ട്. ഈ കളവന് റിട്ടയർഡ് ആയില്ലേ? അയ്യോ, രമി ടീച്ചറെ ഒന്ന്. മെലുവിനെ ഞാൻ കുറെ നേരം പറഞ്ഞുട്ടാ, മിണ്ടാണ്ടിരുന്നു. നിന്റെ സി മാർക്ക് ഞാൻ കിട്ടും. ടീച്ചർമാരെ ചോദ്യം അറിയിട്ടില്ല. ടീച്ചർമാരെ ചോദ്യം നീ ആയിട്ടില്ല. ചാവാൻ പോണ എനിക്ക് എന്തിനാ ടീച്ചറെ സി മാർക്ക്? കുഞ്ഞിമുട്ട എന്ത് ബ്രോ? അന്ന് മെലുവിനെ അമ്മ കണ്ണു പഞ്ഞോട്ടാടാ. അമ്മയുടെ അവസാനത്തെ ആഗ്രഹല്ലേ? അമ്മ ഞാനും ഇതൊക്കെ ചാവാൻ പോലെ പറഞ്ഞോട്ടെ. അമ്മ എന്തെങ്കിലും പറഞ്ഞോട്ടെ. അതെന്ത് വർത്താനാ എന്തുട്ടാ നീ പറഞ്ഞത്? എന്ത് വർത്താനാ? അമ്മയ്ക്ക് എന്ത് പറ്റാനാ? നിനക്കെല്ലാം പാടാൻ പറ്റില്ലേ? അപ്പൊ നിങ്ങൾ ആശുപത്രി എത്തിക്കണ്ടേ? എന്ത് വർത്താനാ മോളെ നീ പറഞ്ഞേ? മമ്മി സോറി മമ്മി. അയ്യോ അയ്യോ, ആംബുലൻസ് ഡ്രൈവർ, ഞങ്ങൾ ആശുപത്രിയിൽ എത്തിക്കണ വേഗം. 5 മിനിറ്റ് കൂടുള്ളൂ ഹോസ്പിറ്റലിലെത്തി. പൾസർ പ്രോ, ഈ സന്തോഷ വാർത്ത നീ വേഗം മാളവിനെയും പാക്കറിനെയും അറിയിക്കടാ. അതിനുശേഷം അവർ പ്ലാൻ ചെയ്യട്ടെ കാര്യങ്ങളെല്ലാം. അത് പിന്നെ ബജാജ് പ്രോ പറയണോ? കാര്യങ്ങളെല്ലാം ഞാൻ പാക്കറിനെയും മാളവിനെയും ധരിപ്പിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ അബിയുടെ ചേട്ടനായ അനന്തു നമ്മുടെ തുണി പറച്ചപ്പോൾ തന്നെ നമ്മൾ നോട്ടമിട്ടതാണ്. അന്നോട്ടം നമ്മൾ 2 വർഷത്തിന് ശേഷം നമ്മളുടെ പക പൂർത്തിയാക്കിയിരിക്കുന്നു. അബിയുടെ ചേട്ടനെ അനന്തുവിനെ നമ്മൾ ആശുപത്രിയിലാക്കി, ഇപ്പോൾ ആംബുലൻസിലാക്കി. ഇനി പറയാൻ പോകുന്നത് നിങ്ങളോട്. നിങ്ങളെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന കുരുപ്പുകളോട്. നിങ്ങളുടെ ആരുടെയും കാശിൽ എന്നെ പോലുള്ള കുരുപ്പുകളില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പേടിച്ച് മൂട്ടരം മാത്രമല്ല ബജാജ് ബ്രോ, 2 കൂടി ഒരുമിച്ചിട്ടനെ അവർ. ഞങ്ങളെപ്പോലുള്ള പിള്ളേരുടെ മുട്ടിനിക്കാൻ നിങ്ങൾ ആരും വരരുത്. വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഞാൻ കെട്ടി ഹോസ്പിറ്റലിലാവും. അത് മറക്കണ്ട. പൈസരെ സംഭവങ്ങളെല്ലാം വിശദീകരിച്ച് മാളുവിനോട് പറഞ്ഞിട്ട് വായോ. അവളുടെ പ്ലാനുകളെല്ലാം അവൾ നടത്തട്ടെ. മാളുവിന്റെയും പാക്കറിന്റെയും പ്ലാൻ ഫുള്ളായി സക്സസ് ആയാൽ ഈ സ്കൂളിന്റെ ഭരണം നമുക്കാണ്. 1ാം ക്ലാസ്സിന്റെ 2ാം ക്ലാസ് 3ാം ക്ലാസ് 4ാം ക്ലാസ് 5ാം ക്ലാസ് വരെ നമ്മളുടെ കയ്യിലാണ് ഭരണം. സുനിയെ അപ്പൊ 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സുമോ? പൊട്ടക്കാല 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും ഹൈസ്കൂൾ അല്ലല്ലോ, UP അല്ലേ? അല്ല ഹൈസ്കൂൾ UP. അയ്യോ പൊട്ടക്കാലമാരെ. 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് 4ാം ക്ലാസ് അതാണ് UP. അപ്പൊ 5ാം ക്ലാസ്സോ? 5ാം ക്ലാസ് ഏതാണ് ബ്രോ? പൊട്ടക്കാലമാരെ. 5ാം ക്ലാസ് 6ാം ക്ലാസ് 7ാം ക്ലാസ് ഇത് UP LP ആണെന്ന് തോന്നുന്നു എനിക്ക്. LP അത് നേരെ തിരിച്ചല്ലേ ബജറ്റ് ബ്രോ? LP അല്ലേ 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് 4ാം ക്ലാസ് അല്ലേ ബ്രോ? തൽക്കാലം അത് എന്തെങ്കിലും ആവട്ടെ. LP ആയാലും UP ആയാലും നിന്നെ പോരെ. തൽക്കാലം നമുക്ക് 1ാം ക്ലാസ്സിന്റെ 2ാം ക്ലാസ്സിന്റെ 3ാം ക്ലാസ്സിന്റെ 4ാം ക്ലാസ്സിന്റെ ഭരണം നമ്മുടെ കയ്യിൽ വന്നാൽ മതി. പിന്നെ അങ്ങോട്ട് നോക്കാം. എന്തെങ്കിലും ആവട്ടെ. ഞാൻ അനന്തുവിന്റെ അബിയുടെ ചേട്ടനായ അനന്തുവിനെ ആശുപത്രിയിലാക്കിയ വിവരം മാളുവിനെയും പാക്കറിനെയും അറിയിക്കട്ടെ. അവർ സന്തോഷിക്കട്ടെ. സന്തോഷം. വിവരൊന്നും കണ്ടില്ലല്ലോ മാരുടെ. സുനിയും ബജാജും പൾസറും പ്ലാനെല്ലാം തെറ്റിയ. അനന്തുവിന്റെ ചേട്ടൻ അബിയുടെ ചേട്ടൻ അനന്തു അവന്മാരായിട്ട് പറയാൻ പറ്റില്ല മാളു. ചിലപ്പോ അവന്മാരായിരിക്കും വീണുണ്ടാവുക. മണ്ടന്മാരെന്ന് തോന്നണേ. കരിനാവിടത്തൊന്നും പറയില്ല എന്റെ പൊന്നു പാക്കര. ഈ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അനന്തുവിന്റെ ചേട്ടൻ അബിയുടെ ചേട്ടൻ അനന്തു വീണാ മാത്രമാണ് നമുക്ക് ഇവറ്റകളെ മൊത്തം ക്ലാസ്സിന് പുറത്താക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അയാൾ കൊടുവാളെടുത്ത് വരും. അങ്ങനെ ചോദിച്ചാ പ്ലെയിൻ നടന്നാ മതി. കാര്യങ്ങളെല്ലാം നല്ല നടന്നാൽ
മതിയായിരുന്നു. അനന്തൊന്ന് ആശുപത്രിയിലായി കെട്ടി കഴിഞ്ഞാ രമ്യ ടീച്ചർ ചെല്ലും പോയി, അനന്തോണ്ട് ചെല്ലും പോയി, പിന്നെ നമുക്ക് എടുക്കാം. എക്സ്ക്യൂസ് മീ, ഇത് സി ക്ലാസ് അല്ലേ? സി ക്ലാസ്, 3ാം ക്ലാസ് സി ക്ലാസ്. ഇതാ ക്ലാസ്സിലെ പൾസറല്ലേ? ഇവരുടെ നമ്മുടെ ക്ലാസ്സില് എന്താണ് ഇത്? റഹീമോനെ, ഇവര് നമ്മുടെ ക്ലാസ്സിൽ കയറാനുള്ള പെർമിഷൻ എവിടെ നിന്ന് കിട്ടിയേ? എന്തൊക്കെ ഇവിടെ നടക്കണേ? മളുവിനോട് ഒരു കാര്യം പറയാനുണ്ട്. ക്ലാസ്സിലെ പിള്ളേരെ ടീം ആളോന്നിന്റെ കൂട്ട് എന്തോ ഒരു പ്ലാൻ ചെയ്യുന്ന എനിക്ക് തോന്നിട്ടില്ല. എനിക്കതേടാ ക്ലാസ്സിലെ പിള്ളേർക്ക് നമ്മുടെ ക്ലാസ്സിൽ കയറാനുള്ള പെർമിഷൻ ആരെ കൊടുത്തേ? എന്തിച്ചടുത്തൊക്കെ ചോക്കണടാ, ചോക്കണ ടീമോനെ. എന്താ പൾസറേ, കാര്യങ്ങളൊക്കെ നടന്നില്ലേ? പ്ലാൻ പടി എല്ലാം നടന്നില്ല. പിന്നെ കാര്യങ്ങളെല്ലാം നടക്കാതിരിക്കൂ മാളു. പോയത് ഞങ്ങളല്ലേ, കാര്യങ്ങൾ നടത്തിയിട്ടേ ഞങ്ങൾ വരൂ. അബീര ചേട്ടൻ അനന്തുവിനെ കട്ടയും പടം ഞങ്ങൾ മടക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവൻ ആംബുലൻസിലാ, ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. പ്ലാൻ സക്സസ് ആവാതെ പിന്നെ പ്ലാനെല്ലാം വളരെ വളരെ നല്ല രീതിയിൽ സക്സസ് ആണ് മാളു. അബീര ചേട്ടൻ അനന്തുവിനെ തീരുമാനമാക്കിയിട്ടുണ്ട്. എമ്മി ടീച്ചറും മെൽവിനും കൂടിയാണ് അവനെ ആശുപത്രിയിൽ എത്തിച്ചത്. എമ്മി ടീച്ചറുടെ ശല്യവും തീർന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ പ്ലാൻ എല്ലാം വളരെ സൂക്ഷ്മമായി നടത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഞങ്ങളെ ഏൽപ്പിച്ച പ്ലാൻ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ചെയ്യുന്നത് ചെയ്യാൻ നിനക്ക് തോന്നണ്ട? നീ ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറല്ലേ, എന്നിട്ട് നീ മറ്റു പിടിച്ചിട്ട പരിപാടിയൊക്കെ ചെയ്യുന്നത് ശരിയാണോടി? ക്ലാസ്സിലെ പിള്ളേർക്ക് എന്ത് പെർമിഷന് കൊടുത്ത ഈ ക്ലാസ്സിൽ കയറാനുള്ള അധികാരം വന്നേ? ആരെ കൊടുത്തത്? ഇതൊക്കെ ചോദിക്കാൻ നീ ആരടാ? ഈ ക്ലാസ്സിന്റെ ലീഡർ ഞാനടാ. ഞാൻ പറയുന്നടാ റൂള്. ക്ലാസ്സിലെ ബി ക്ലാസ്സിലെ സി ക്ലാസ്സിലെ അപ്പുറത്തെ സ്കൂളിൽ വരുന്ന പിള്ളേരെ ഉള്ളിലേക്ക് ആരോട് ചോദിക്കാൻ? എന്നോട് ചോദിച്ചോ? നിനക്കും വിവരം മാളോ, നിനക്ക് കൂടുതലിട്ടാ. നിന്റെ ഡാഡി പറഞ്ഞ സ്കൂളൊന്നല്ലത്, വലിയ വക്കാനടാക്കാനായിട്ട്. ആടാ, എന്റെ ഡാഡി പറഞ്ഞ സ്കൂൾ തന്നെയാണത്. എന്റെ ഡാഡി ലക്ഷങ്ങള് ഈ സ്കൂളിന് സംഭാവന കൊടുക്കണേ. ഞാനാടാ ഇവിടുത്തെ അധികാരി, ഞാനാടാ. നിന്നൊക്കെ പുറത്താക്കാനുള്ള പവർ എനിക്കിട്ടടാ, നിനക്കൊക്കെ കാണിച്ചേടാ. ഷിമോനെ, എന്താ അഹങ്കാരാണ് അവളുടെ വർത്താനത്തില് അല്ലേ? മളു, ഇതാണോ നീ പറഞ്ഞ തീട്ടത്തിൽ പുഴുക്കൾ? ഇവരാണോ ഈ നീർക്കോരികളാണോ നിന്നെ എതിർക്കുന്നത്? ഇവറ്റങ്ങളെ തീർക്കാൻ ഈസിയല്ലേ, ഞങ്ങൾ വിചാരിച്ചു നടക്കും. നിന്റെ എതിർപ്പ് എ ക്ലാസ്സിൽ മതി, ഇങ്ങോട്ട് എടുക്കാൻ നിൽക്കണ്ട. ഇത് സി ക്ലാസ്. ഈ പൾസറിന് എ ക്ലാസ് സി ക്ലാസ് ബി ക്ലാസ് എന്നൊന്നുമില്ലടാ പൊട്ടക്കാള. എല്ലാം ഞങ്ങളുടെ കൺട്രോളിലാണ്. മളു, നീ പറഞ്ഞാൽ ഇവറ്റങ്ങൾ ഞാൻ ചവിട്ടിക്കൊട്ടും. നീ വിട്ടോ, ഇവറ്റങ്ങൾ ഞാൻ തീരുന്നോളാം. ഇന്നത്തെ കൂടെ ഇതോടുകൂടി ഞാൻ തീരുമാനാക്കാം. നീ വിട്ടോ. മലു പറയുന്ന പോലെ കാര്യങ്ങളെല്ലാം ഡീലാക്കിയിട്ടുണ്ട്. അപ്പൊ ശരി, കാര്യങ്ങളെല്ലാം സെറ്റാക്ക്. അപ്പൊ ശരി പൾസറേ, ശരി. ബജാജിനോട് സുനിയോട് അന്വേഷണം പറഞ്ഞേക്ക്. ഇന്നത്തോടുകൂടി ഇവന്മാരെ തീരുമാനാക്കിയിട്ട് നിങ്ങളെ വന്ന് ഞങ്ങൾ കാണാം. അപ്പൊ ശരിടാ പൾസറേ, വിട്ടേക്ക്. അപ്പൊ ശരി മളോ, ശരി പകരാ. പൊട്ടക്കലമാരെ, നിങ്ങളെ ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഓർത്ത് വെച്ചോ എന്റെ മുഖം. എന്നെ വെല്ലുവിളിച്ച നിങ്ങളെ ഞാൻ തീരുമാനമാക്കും. ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് ഞങ്ങളെ വെല്ലുവിളിക്കാം. പൾസറേ, പൂസറേ, പോടാ, ഇറങ്ങി പോടാ. കുണ്ടാമണ്ടി തലയാ, പോടാ. മോനെ മക്കളെ, മഴയത്ത് ഞാൻ ഉള്ളിന്റെ പോലെ കിടഞ്ഞൊളക്കല്ലേ. ഇത് പൾസര, വിവരമറിയും. ക്ലാസ്സിലെ പിള്ളേരുടെ മുട്ടാനായിട്ട് നീ ഒന്നും ആയിട്ടില്ല. നിന്നെയൊക്കെ ഞാൻ പിന്നെ എടുത്തോളാം പൊട്ടക്കാലമാരെ. ഈ മാള് എന്തുദ്ദേശിച്ചിട്ടില്ല മണിയെ? അപ്പുറത്തെ പിള്ളേർ ഇവിടെ കൊണ്ട് നിരക്കിയിട്ട് ക്ലാസ്സിലെ പിള്ളേർക്ക് ഇവിടെ കയറി നിരങ്ങാനുള്ള പെർമിഷൻ ആരെ കൊടുത്തേ? ചെമ്മടിച്ചോട് പറയണല്ലോ. പിള്ളേരെ സന്തോഷിച്ചേട്ടെ, ഹോസ്പിറ്റലിലെത്തി. എന്റെ 12 വർഷത്തെ കരിയറിൽ ആദ്യമായിട്ടാണ് കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തുന്നത്. ഹോസ്പിറ്റലിലെത്തി നമ്മള്. സിസ്റ്ററെ, എന്റെ മുട്ടക്കുഞ്ഞിനൊന്നും പറ്റില്ല സിസ്റ്ററെ, നോക്കി കൊണ്ടുപോകണേ. ഞങ്ങൾ എല്ലാവരും നോക്കി തന്നെ കൊണ്ടുപോകാറ്. എവിടുന്ന് പറഞ്ഞേ പന്നി? മുട്ടക്കുഞ്ഞ് നൈസ് നെയിം. അമ്മ വിഷമിക്കില്ല, അഞ്ചോട്ടിനൊന്നുമില്ല അമ്മ. അയ്യോ അപ്പ, എന്നെ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു.